ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടും സേഫ് ആയിട്ടും ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കമന്റ് കണ്ടു, അതായത് ടീനേജേഴ്സിന്റെ വെയിറ്റ് ലോസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ ചേച്ചിയും ചോദിച്ചിട്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്, ടീനേജേഴ്സിന്റെ വെയിറ്റ് ലോസിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, അല്ല എൻ്റെ ചാനൽ കാണുന്നുണ്ട് പക്ഷെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കണും കൂടി അമർത്താം, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻസ് അപ്പ കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ടീനേജേഴ്സിന്റെ വെയിറ്റ് ലോസിന്റെ കാര്യം പറയുന്നതിന്റെ മുന്നേ ഞാൻ പറയട്ടെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല തടി ഉണ്ടായിരുന്നു. ഞാൻ 85 kgs വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് പല രീതിക്കുള്ള ബോഡി ഷേമിങ് ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ എന്താ പറയുക അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു ഫീലിംഗ്, അതും ആ ഒരു ഏജിൽ എന്ന് പറയുമ്പോൾ. ഇപ്പം നമ്മൾ കുറച്ച് വലുതായിട്ടാണ് നമ്മൾ ബോഡി ഷെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പറയാനറിയാം. പക്ഷെ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ തോന്നും, അതായത് അയ്യോ ഇത് എൻ്റെ ഫാൾട്ടാണോ, അല്ല ഞാൻ എന്താ പറയുക ഇനി ഭയങ്കര പൊണ്ണത്തടിയായിട്ട് ഞാനിങ്ങനെ 100 കിലോ ആവുമോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ഞാൻ പണ്ട് അമ്മേനോട് പോയി പറയായിരുന്നു, അതായത് ഞാനിപ്പോൾ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 40 കിലോ ഉണ്ടായിരുന്നു, 5 എത്തിയപ്പോൾ 50 കിലോ ആയി, 6 എത്തിയപ്പോൾ 60, 7 എത്തിയപ്പോൾ 70. അപ്പം അങ്ങനെയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു 10ാം ക്ലാസ്സിലെത്തുമ്പോൾ 100 കിലോ ആവും, പിന്നെ 110 ആവും, 120 ആവും. അപ്പം അങ്ങനത്തെ കുറേ ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ എന്താ പറയുക, ആ സമയത്ത് ഞാൻ ഡയറ്റ് ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു ഫീലിംഗ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിലൊക്കെ അന്ന് തന്നെ തടു എന്നായിരുന്നു വിളിച്ചിരുന്നത്. തടു എന്ന് പറഞ്ഞാൽ തടിച്ചിന് ഷോർട്ട് ഫോം ആക്കി തടു എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പം നല്ല രീതിക്ക് ബോഡി ഷേമിങ്ങും എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ഏജിൽ തടിയുള്ളവരുടെ ഒരവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് മെയിനായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കൂടി വിചാരിച്ചത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ ടീനേജ് ഗ്രൂപ്പിലുള്ളവർക്ക് തടി വെക്കാൻ പലതര കാരണങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ജനറ്റിക്സ് ആവാം. ജനറ്റിക്സ് ഇപ്പോൾ പാരൻസ് തടിച്ചിട്ടായിരിക്കും, അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കളും എന്താ പറയുക അത്യാവശ്യം തടി വന്നേക്കാം. അതേപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് വല്ല മെഡിക്കൽ കണ്ടീഷൻ ആവാം, PCOD, തൈറോയിഡ്, അങ്ങനത്തെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ആവാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീൻ്റെ കുറവ്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണും കാര്യങ്ങളൊന്നുമില്ല, ആകെയുള്ള ഒരു TV മാത്രമായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ TV കാണുമെങ്കിൽ പോലും ഫുൾ ടൈം TVന്റെ മുന്നിലിരിക്കുന്നത് കുറവായിരുന്നു. നമ്മൾ കൂടുതലും ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോവുക, കസിൻസിന്റെ കൂടെ കളിക്കാൻ പോവുക, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ സിമ്പിളായി, എല്ലാവർക്കും അവരവരുടേതായ ഫോണുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിലും പാരൻസിന്റെ ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ഇറങ്ങി കളിക്കും, പുറത്ത് പോയിട്ട് ഈ മറ്റേ എന്താ പറയുക എന്തെങ്കിലും ഇപ്പോൾ ഒളിച്ചുകളിയാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോള്, ക്രിക്കറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കളിക്കും. പക്ഷെ ഇപ്പം അതൊട്ടും ഇല്ല. അപ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീൻ്റെ കുറവ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒബീസ് ആവാനും അത്യാവശ്യം നല്ല തടി വെക്കാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു ചോദ്യം വരാം, അതായത് ജനറ്റിക്കലി തടിയുള്ളവർക്ക് തടി കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ജനറ്റിക്കലി അത്യാവശ്യം നല്ല തടിയുള്ള പ്രകൃതത്തിലുള്ള ആളാണ്. പാരൻസിനും തടിയുണ്ട്, പക്ഷെ ഞാൻ തടി കുറച്ച്. അപ്പോൾ ജനറ്റിക്കലി തടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് തടി കുറയ്ക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം, ടീനേജ് ലെവലിൽ തന്നെ എങ്ങനെ തടി കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ടീനേജ് എന്നുള്ള ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടേണ്ട ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ എന്താ പറയുക അതെല്ലാം കട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക വെള്ളം മാത്രം കുടിച്ചിട്ടുള്ള ഡയറ്റ്, അല്ലെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് വല്ല അസുഖം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എന്താ പറയുക ഫാറ്റ് ഡയറ്റിലോട്ട് പോവാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഡയറ്റേ ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയാം. പക്ഷെ നമുക്ക് ചില ടിപ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് തടി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ എന്നും രാവിലെ എണീറ്റ് ഓടാൻ പോവുക, ഇതൊന്നുമല്ല. ഇതൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബോഡി മൂവ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് കളിക്കാൻ
കളിക്കാൻ പോവുക, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കസിൻസ് ഉണ്ടെങ്കിൽ കസിൻസിൻ്റെ കൂടെ കളിക്കാൻ പോവുക, പിന്നെ അതേപോലെ തന്നെ വേണമെങ്കിൽ ഒരു പാട്ടിട്ടിട്ട് ഒരു അടിപൊളി പാട്ടിട്ടിട്ട് ഒരു എന്താ പറയുക ഡപ്പാങ്കൂത്ത് മോഡൽ ഡാൻസ് കളിക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ റൂമിൽ തന്നെ ജസ്റ്റ് ഒരു പാട്ടിട്ടിട്ട് ഇപ്പം ആരും കാണാനൊന്നും പോലില്ല, നമ്മുടെ റൂമിൽ തന്നെ ഡാൻസ് കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനത്തെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി. അതേപോലെ ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുക. ഇപ്പോൾ ബാഡ്മിൻ്റനൊക്കെ ആണെങ്കിൽ തന്നെ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഫാമിലിയിൽ അച്ഛനെയും അമ്മേൻ്റെയും ഒക്കെ കൂടെ മറ്റേ ബാഡ്മിൻ്റൺ കളിക്കുക. അതേപോലെ തന്നെ വീട്ടിലിപ്പോൾ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യുക, അപ്പോൾ മുറ്റം അടിച്ചു വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ കഴിയുന്നതും അത് ശ്രദ്ധിക്കുക. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി, ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും നോക്കും, പക്ഷെ നമ്മൾ കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആരും നോക്കൂല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതും ശ്രദ്ധിക്കണം. കാരണം അത് നമുക്ക് ലൈഫ് ലോങ് വേണ്ടാണ്. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ്, നമ്മളിപ്പോൾ മെലിഞ്ഞിരിക്കലല്ല, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഹെൽത്തി ആവുക അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കുക, അതിനൊക്കെ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്നും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു മൂവ്മെൻറ്റിൽ ഏർപ്പെടുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചെറിയൊരു ഡിസ്റ്റൻസ്, അതിപ്പോൾ എന്താ പറയുക നടന്നിട്ട് പോവുക, അതേപോലെ ഓട്ടോനും പോവുമെങ്കിൽ കഴിയുമെങ്കിൽ നടന്നിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ലിഫ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റെപ്പും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് കയറാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടും. അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കാൻ ശ്രമിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ കുറേ പേര് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ലഞ്ച് മുതൽ കഴിച്ചാൽ മതി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കുട്ടികളുടെ മൈൻഡിലാണെങ്കിലും തോന്നും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ലൈക്ക് ആ ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലല്ലോ, അപ്പോൾ തടി കുറയുമല്ലോ എന്ന് തോന്നും. പക്ഷെ തടി കുറയില്ല. കാരണം നമുക്ക് വിശന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടി ഇരട്ടി ഫുഡ് നമ്മൾ ചിലപ്പോൾ ലഞ്ചിന് കഴിക്കുന്നുണ്ടാവും, ലഞ്ചും ഡിന്നറും ഒക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് അധികം ലേറ്റ് ആക്കാണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് തന്നെ കഴിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഉറക്കം. നമ്മളിപ്പോൾ എന്താ പറയുക കുറേ നേരം ഫോണും കളിച്ച് പിന്നെ ആകെ 2-3 മണിക്കൂർ ഉറങ്ങുക. അതേപോലെ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലൈക്ക് എഴുതാനും പഠിക്കാനും വായിക്കാനും ഒക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ ഉറക്കമാണ്. അതിപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഉറക്കം ഞാൻ കളയും, ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉറക്കം ഞാൻ കളയും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ഒരു 7 to 8 മണിക്കൂർ എന്തായാലും ഉറങ്ങണം. അപ്പം നമ്മൾ ഉറക്കം ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് ഇരിക്കുക എന്നും. അല്ലാണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉറക്കമൊഴിച്ചാൽ എന്താ, ഇനിയിപ്പോൾ നാളെ അതും കൂടി കൂട്ടി ഉറങ്ങിയാൽ മതിയല്ലോ, അങ്ങനെയല്ല. നമ്മൾ ഡെയിലി ഉറങ്ങണം. നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തടി കുറയ്ക്കണം എന്നുള്ള വീഡിയോസൊക്കെ നോക്കുമ്പോൾ മെയിനായിട്ട് കാണുന്നത് കാർബ്സ് കട്ട് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ്. എന്നിട്ട് നമ്മൾ എന്താ പറയുക ചോറ് ഒഴിവാക്കുക, ചപ്പാത്തി ഒഴിവാക്കുക, ഇങ്ങനത്തെയൊക്കെ കുറേ വീഡിയോസൊക്കെ നമ്മൾ കാണുമല്ലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിലൊന്നും വീഴാണ്ടിരിക്കുക. അതായത് കാർബോഹൈഡ്രേറ്റും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ഇതിപ്പോൾ എന്താ പറയുക ഫാറ്റും പ്രോട്ടീനും നമ്മുടെ ശരീരത്തിൽ വേണം, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. അപ്പം നമ്മൾ കഴിക്കുക, ഇപ്പോൾ ചോറും ചപ്പാത്തിയും ഒക്കെ കഴിക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഭയങ്കര ഓവറാക്കാതെ നമുക്ക് വേണ്ട, നമ്മുടെ ബോഡിക്ക് വേണ്ട ആ ഒരു ഫുഡ് നമ്മൾ എന്തായാലും കഴിച്ചിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. വെജിറ്റബിൾസ് അതിപ്പോൾ സാലഡ് രൂപത്തിലാവാം. പിന്നെ നമ്മളിപ്പോൾ ഈ ചപ്പാത്തി അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കറി ഉണ്ടാവുമല്ലോ, അപ്പം നമ്മൾ പൊതുവെ ചെയ്യുന്ന പരിപാടി ഈ കറീൻ്റെ വെള്ളം മാത്രം എടുക്കും. അപ്പം അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇപ്പോൾ സാമ്പാറൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഈ കഷ്ണങ്ങൾ കഴിക്കുക. ഏത് തരം വെജീസ് ആണെങ്കിലും അതിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഉപ്പേരി അഥവാ മെഴുക്ക് വരട്ടി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കഴിക്കുക. ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊക്കെ കുറേ എടുക്കും, എന്നിട്ട് കറി കുറച്ചെടുക്കും. അങ്ങനെയല്ല, ശരിക്കും ഈ കറിയൊക്കെയാണ് കൂടുതൽ എടുക്കേണ്ടത് എന്ന് കരുതിയിട്ട് ഇപ്പോൾ അരക്കഷ്ണം ചപ്പാത്തിയും കുറേ കറി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും അങ്ങനെയാണ് വേണ്ടതെങ്കിൽ പോലും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് വേണ്ട ഇപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഒരു 2 ചപ്പാത്തി, പിന്നെ അതിനനുസരിച്ച് കറി, അത് അതിനനുസരിച്ചുള്ള കറി എന്ന് പറയുമ്പോൾ കറി കുറച്ചെടുക്കാണ്ടിരിക്കുക, കറി കൂട്ടിയെടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ മെഴുക്ക് വരട്ടി അതൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടിയെടുക്കുക. കാരണം വെജിറ്റബിൾസും ഫ്രൂട്ട്സും, ഇനി അതല്ല നിങ്ങൾക്ക് സാലഡായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കഴിക്കുക. ഇപ്പോൾ ക്യാരറ്റ്, കുക്കുംബർ, ഇതിൻ്റെയൊക്കെ സാലഡ്, തക്കാളി ഇതൊക്കെ നമ്മൾ കഴിക്കുക. ഇതൊക്കെ നമ്മൾ
നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. പിന്നെ എന്ന് പറയുന്നത് കഴിയുന്നതും ഹോംലി ഫുഡ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് ഒന്നും കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പുറത്തുനിന്ന് നമ്മൾ കഴിക്കും. പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഓയിലി ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ പഴംപൊരി, പരിപ്പ് വട, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിയുന്നതും വീട്ടിൽ തന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കുക. കാരണം വീട്ടിലാവുമ്പോൾ കമ്പാരിറ്റീവ്ലി ഓയിൽ കുറവായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ പുറത്തൊരു ബേക്കറിയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അവിടെ കാണാൻ പറ്റും. അതായത് ഇവരിങ്ങനെ ഈ പഴയ എണ്ണയിൽ വീണ്ടും 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 ഇത് എന്താ പറയുക ഈ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ വല്ല പൂതിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കഴിയുന്നതും വീട്ടിൽ അമ്മേനോടൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ ശ്രമിക്കാം. പിന്നെ വന്നിട്ട് നമ്മുടെ പാലിൻ്റെ കാര്യം. ഇപ്പം ഈ പാല് നമുക്കിപ്പോൾ മാർക്കറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം, പലതരം ഉണ്ട്. ലോ ഫാറ്റ് മിൽക്ക്, പിന്നെ സ്കിംഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പാലിൻ്റെ ആ ഒരു ഫുൾ ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രോയിങ് സ്റ്റേജാണ്. അപ്പം നിങ്ങൾ അങ്ങോട്ടൊന്നും പോവാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പാല് കുടിക്കുക. പാല് നല്ലതാണ്, കാരണം പാല് നമുക്ക് കാൽഷ്യം ഉണ്ടാവാനും നമ്മുടെ എല്ലുകൾക്കൊക്കെ നല്ലതാണ്. അപ്പം പാൽ ഒഴിവാക്കിയിട്ടുള്ള പരിപാടി വേണ്ട. പിന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ ഷുഗർ കട്ട് ചെയ്യുക എന്ന് കരുതി നിങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോവാണ് ഐസ്ക്രീം കഴിക്കണം, നിങ്ങളത് കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ എന്താ എൻജോയ് ചെയ്യണം. ചിലപ്പോൾ ഒരു സമയം കഴിഞ്ഞ് നമുക്ക് വല്ല അസുഖമൊക്കെ വന്നിട്ട് നമുക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം ഇപ്പം നിങ്ങൾ മക്കളാണ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊക്കെ കഴിച്ചോ, ഷുഗർ കഴിച്ചോ. പക്ഷെ ഷുഗർ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ബേക്കറി ഇപ്പം എന്തെങ്കിലും ലഡു കഴിക്കുകയാണ്, അല്ലെങ്കിൽ ജിലേബി, ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ ഒരു ക്വാണ്ടിറ്റി, അതായത് ഇപ്പോൾ കുറേ ലഡു വാരി കഴിക്കുക അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കഴിക്കുക, അല്ലാണ്ട് ഒരുപാട് കഴിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഷുഗർ തന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെയിറ്റിൽ നല്ല രീതിക്ക് ഒരു ഡിഫറൻസ് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ കേൾക്കുന്ന ഇതാണ്, അതായത് ഷുഗറിന് പകരം നമ്മുടെ പഞ്ചസാരയ്ക്ക് പകരം ജാഗിരി അഥവാ നമ്മൾ ശർക്കര യൂസ് ചെയ്യുന്ന പരിപാടി. സത്യം പറയട്ടെ, ഈ ശർക്കരയിലുള്ള കാലറീസും പിന്നെ അതേപോലെ പഞ്ചസാരയിലുള്ള കാലറീസും ഏകദേശം ഒന്നാണ്. അതുകൊണ്ട് ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര യൂസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഷുഗർ കട്ട് ചെയ്യുക. അത് വിചാരിച്ചിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഷുഗറേ കഴിക്കരുതെന്ന് ഞാൻ പറയില്ല. അതിപ്പോൾ ടീനേജേഴ്സ് നല്ല വലിയ ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് എല്ലാത്തിനും ഒരു ബാലൻസ് ഇട്ടായാൽ മതി, അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നും കട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്ഡ് ഫുഡ്സ് യൂസ് ചെയ്യുന്നത് കഴിയുന്നതും കുറയ്ക്കാം. പ്രോസസ്ഡ് ഫുഡ്സ് ആണെങ്കിൽ നമ്മുടെ പാക്കറ്റിൽ വരുന്ന ഫുഡ്സ് എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും കഴിക്കരുത്. ഇപ്പം നമുക്ക് നൂഡിൽസ്, മാഗി, ഇപ്പി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ നല്ല ക്രേവിങ്ങുള്ള സാധനങ്ങളാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ അത് കഴിക്കരുതെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഉള്ളതാണ്. ഞാനിപ്പോഴും അതെ, ഞാൻ അമ്മേൻ്റെ അടുത്ത് പോയി പറയാം, അമ്മ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നൂഡിൽസ് മതി എന്ന് ഞാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ബിസ്ക്കറ്റുകൾ, പിന്നെ ജാമുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാക്കറ്റായിട്ട് വരുന്ന സാധനങ്ങളാണല്ലോ. ഇതൊന്നും കഴിക്കരുത് എന്ന് ഞാൻ പറയില്ല, എല്ലാം കഴിക്കണം. പക്ഷെ എല്ലാം ഇൻ മോഡറേഷൻ, കുറച്ച്. അല്ലാണ്ട് ഇപ്പം മൊത്തത്തിൽ നമുക്ക് പ്രോസസ്ഡ് ഫുഡേ കഴിക്കാണ്ട്, അതേപോലെ ഇപ്പോൾ ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, മിഠായികൾ, ഇതൊന്നും മൊത്തത്തിൽ അവോയ്ഡ് ചെയ്ത് നമ്മളെ കൊണ്ട് നടക്കൂല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കത് ലൈഫ് ലോങ് അത് ഒരു റുട്ടീനായിട്ട് കൊണ്ടുപോകാൻ പറ്റണം, അല്ലെ പിന്നെ ഇതിന് നിൽക്കരുത്. അപ്പം നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്തു ഒരാഴ്ച ഷുഗർ കട്ട് ചെയ്തു, പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ ഇരട്ടി, അതായത് ഒരാഴ്ച കഴിക്കാത്തതിൻ്റെ കൂടി കൂട്ടി നമ്മൾ അവിടെ കഴിച്ചാൽ അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും എന്താ പറയുക, നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൂടുതൽ കാലം നമുക്കത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ്ഡ് ഫുഡ് കുറയ്ക്കുക, പറ്റുന്ന പോലെ കുറയ്ക്കുക, അല്ലാണ്ട് ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയില്ല. പിന്നെ എന്താ പറയുക, പിന്നെ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വെള്ളം കുടിക്കണം, മിനിമം ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ഇതെന്ന് പറഞ്ഞാൽ തടി കുറയ്ക്കാൻ മാത്രമല്ല, നമുക്ക് പലതരം അസുഖങ്ങൾ, അതായത് യൂറിനറി ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. പിന്നെ വന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ ആപ്പിൾ, ഓറഞ്ച്, അനാർ, അങ്ങനെ പലതരം, നമുക്ക് ഏത് ഫ്രൂട്ട് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ഒക്കെ. ഇപ്പം നമ്മളിപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുക. ഈ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ കഴിയുന്നതും ഫ്രൂട്ട് ജ്യൂസ് ഒഴിവാക്കുക. ജ്യൂസ് ആയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അതിൽ ഷുഗർ ഇടും. അപ്പോൾ അത് പിന്നെയും കാലറീസ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്ക് ജ്യൂസ് ഇപ്പോൾ കുടിക്കണം എങ്കിൽ കുടിച്ചോട്ടോ, അത് വിചാരിച്ച് ഡെയിലി ജ്യൂസ് കൺസ്യൂം ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ അതാണ് അടുത്തത് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ടീനേജേഴ്സിൻ്റെ വെയിറ്റ് ലോസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡയറ്റ് അല്ല ചെയ്യുന്നത്, നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടി നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഡയറ്റ് ചെയ്ത് പട്ടിണി കിടക്കുക അങ്ങനത്തെ പരിപാടിക്കൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്.
അപ്പോൾ അതാണ് എന്താ പറയുക ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസ്, ഇനി എന്ത് വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ആർക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.